ഹലോ ഫ്രണ്ട്സ്, ഇത് ചെറുതൻ്റെ ഒരു വെറൈറ്റി 550 ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ഇനിയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ കണ്ണിൽ തേനീച്ച ആ ടൈപ്പൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് കല്ലുകളിൽ, ചെങ്കല്ലുകളിൽ മാത്രം ഇരിക്കുന്ന ഒരു സൈസ് ഈച്ച, അവർക്ക് അതാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവിടെ ഇരിക്കുന്ന ഈച്ച കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഗേറ്റ് കണ്ടോ. അവർ അത്യാവശ്യം നമ്മളെ കടിക്കുന്നുമുണ്ട്. കല്ലുകളിൽ ഇരിക്കുന്ന ഒരു സൈസ് ഈച്ചയാണ്. ഇതൊരു ചെങ്കല്ലാണ്, ഇവിടുത്തെ ചെങ്കല്ലെന്ന് പറയും. കണ്ടോ, ഇങ്ങോട്ടൊക്കെ മുകളിലോട്ടൊക്കെ ഉണ്ട്. ഒരു വ്യത്യാസമുണ്ട് ഇതിന്, വ്യത്യാസമുണ്ട്. ഇച്ചിരി കറുപ്പ് കൂടുതലാണ് നിങ്ങൾക്ക്. മൊത്തത്തിൽ ഇതുങ്ങൾ കറുപ്പ് കളറുള്ള ഈച്ചയാണ്. അവരെ ഞാനൊന്ന് കുറച്ച് നേരം കുപ്പിക്ക് അകത്ത് കയറ്റി. ഇനി ഈ ഭാഗത്ത് ഉണ്ടെന്നാണ് ഈ ഹൗസിൻ്റെ ഓണർ പറയുന്നത്. അവിടുത്തെ പയ്യനാണിത്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇത്രയും ഞാൻ പൊട്ടിച്ചിട്ടു. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അല്പം കൂടെ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അണ്ണന്മാരെ കിട്ടും. കണ്ട, ഇതെല്ലാം നല്ല നല്ല തമ്പികൾ അണ്ണന്മാരുണ്ട്. ഇവരുടെ മൂത്തവരെല്ലാം അണ്ണന്മാർ, അവർ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ട, ചെറിയ ചെറിയ തമ്പികൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഹണിയുണ്ട്. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മുട്ട കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഓപ്പൺ ചെയ്തിരിക്കുന്നു ഞാൻ. എൻ്റെ വായിക്കൂടി എല്ലാം ഈച്ച കയറുക, എന്നാലും വേണ്ടിയല്ല. ഇതിൻ്റെ അകത്ത് ഒരു റാണി മുട്ടയുണ്ട്. കണ്ട, ഇതുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെരി ബ്ലാക്കാണ്, ബ്ലാക്ക് കളർ, ഫുള്ള് ബ്ലാക്ക് കളർ. ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഈച്ചയുണ്ട്. നമ്മുടെ സാധാരണ ഇച്ചിരി വെള്ളം നിറയൊക്കെ കാണുന്നതാണ്. ഈ ഏകദേശം ബ്രൗൺ കളറൊക്കെയാണ്. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് നിറ. ഇതിൻ്റെ ഹണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതും ബ്ലാക്കാണ്. ഇത് ഞങ്ങൾ കുറച്ചുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. കണ്ടോ, വർഷങ്ങളായി എങ്കിലും അത് ബ്ലാക്കാണ്, നല്ല ബ്ലാക്ക് കളറാണ്. ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. നല്ല അമൃത് കുടിക്കുന്നതുകൊണ്ട് ഇരിക്കും. കണ്ടോ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കല്ലിൻ്റെ അകത്ത് ഇവരുടെ എഞ്ചിനീയർമാർ വന്ന് ഇവിടെ ഒരു പൊത്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ അകത്ത് കയറുന്നു. മഴ നനയാതെ ഇവരിവിടെ കോൺക്രീറ്റ് ചെയ്യുന്നു, നല്ല അരക്ക് കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവർ ഇതിൻ്റെ അകത്ത് എ സിയാണ്, ഈ എ സിക്കകത്താണ് അവരിയ്ക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവരുടെ ആ ബുദ്ധി കണ്ടോ. ഇങ്ങനെയാണ് പണ്ട് മനുഷ്യന്മാർ മരപ്പൊത്തിലും കല്ലുപൊത്തിലൊക്കെ ജീവിച്ചത്. മനസ്സിലായി? ഇന്നാണ് നമ്മൾ വലിയ കോൺക്രീറ്റൊക്കെ ആക്കി നമുക്ക് ആരോഗ്യമില്ലാതായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള തേനാണ് കുടിക്കേണ്ടത്. ഇങ്ങനെയുള്ള തേൻ നമ്മൾ ഒരു സ്പൂണ് ഒരു ദിവസം കഴിച്ചാൽ ധാരാളം മതി, നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും. വെറുതെ കൊണ്ടേ നിങ്ങൾ ആശുപത്രി പൈസ കളയേണ്ട ആവശ്യമില്ല. കുപ്പിക്ക് 3000 അല്ല 4000 കൊടുത്താലും നിങ്ങൾ ഇത് വർഷത്തിലൊന്ന് വാങ്ങുക, കേട്ടോ. ഓക്കേ. അപ്പോൾ നമ്മളിത് എടുത്തു. അപ്പോൾ ഒരു ഗൈനീനും കിട്ടി, ഒരു റാണീനും കിട്ടി. അതായത് ഇതിൻ്റെ അകത്ത് കിട്ടു. അന്നേരം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ അകത്ത് ഗൈനി, ഇതിൻ്റെ അകത്ത് റാണി. അപ്പോൾ 2 കോളനി എനിക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, 2 or 3 ആക്കായിരുന്നു, കാരണം അതിൻ്റെ അകത്ത് റാണിമുട്ട ഉണ്ടായിരുന്നു. ഏതായാലും കല്ലിൻ്റെ ഉള്ളിലെ ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഈ ഈച്ച. നല്ല തേനായിരുന്നു കേട്ടോ, നല്ല തേൻ. ഈച്ച ഒരുപാട് കടിച്ചില്ല. ഈച്ചയുടെ കളർ കംപ്ലീറ്റ് ബ്ലാക്ക്, വെരി ബ്ലാക്കാണ്. ഓക്കെ, താങ്ക് യു.